السلام عليكم ورحمة الله تعالى وبركاته. الحمد لله عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി 71-ാമത്തെ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. മാഷാ അല്ലാഹ്, ഇതിനകം നിങ്ങൾ ഖുർആനിലെ 71% പദങ്ങളും പഠിച്ചു കഴിഞ്ഞു. അല്ല, 73% പദങ്ങളും. ആകെയുള്ള 77,500 പദങ്ങളിൽ 57,200 പദങ്ങളും നിങ്ങൾക്ക് ഇതിനകം അറിയാം. മാതൃകാ പേജുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓരോരുത്തരുടെയും റിസൾട്ട് അല്ലെങ്കിൽ അവരുടെ സ്കോർ ഞാൻ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അഭിപ്രായം പറയാത്തത് നിങ്ങൾ പരസ്പരം നിങ്ങൾ സ്വയം അത് വിലയിരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചിലർക്ക് കൂടുതൽ സ്കോർ കിട്ടുന്നുണ്ട്, ചിലർക്ക് കുറച്ചാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് കിട്ടുന്നവരും കൂടുതൽ കിട്ടുന്നവരൊക്കെ നോക്കിയാൽ പരസ്പരം ഒന്ന് വിലയിരുത്തുക. ചിലർക്ക് കൂടുതൽ കിട്ടുന്നത് ഒരുപക്ഷെ അവർക്ക് മുൻപ് പഠിച്ചിട്ടുള്ളത് കൊണ്ടാകാം. എന്നാൽ എല്ലാവർക്കും അങ്ങനെയല്ല എന്നുകൂടി മനസ്സിലാക്കണം. അത് ചിലരെങ്കിലും കൂടുതൽ സ്കോർ കിട്ടുന്ന ചിലരെങ്കിലും അത് സമ്മതിക്കും. ഞാൻ ചിലരുടെയൊക്കെ പേര് കാണുന്നുണ്ട്. അത് മുൻപ് പഠിച്ചത് കൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായിരുന്നാലും അത് തുടരുക. ഓരോ ക്ലാസ്സിനും ഓരോ പേജ്, ഫുൾ പേജ് നിങ്ങൾക്ക് വായിക്കാൻ തരും. അപ്പോൾ ഒരാഴ്ച നിങ്ങളത് വായിച്ചു നോക്കുക. അതല്ലാത്ത പേജുകൾ നിങ്ങൾക്ക് സ്വയം വായിച്ച് വിലയിരുത്താം. തീർച്ചയായും നമ്മൾ പറയുന്ന ആ റേഞ്ചിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. 70%-ലധികം വാക്കുകൾ എന്തായാലും കിട്ടുന്നുണ്ട്. നമ്മൾ 73 എന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷനാണ്. അഥവാ മൊത്തം നമ്മൾ പഠിപ്പിച്ച വാക്കുകൾ ഖുർആനിൽ ആവർത്തിച്ച് വരുന്നത് 57,200 പ്രാവശ്യമാണ് നാം പഠിപ്പിച്ച വാക്കുകൾ. അതിലും അല്പസ്വല്പമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാമായിരിക്കും. ചിലപ്പോൾ എല്ലാ പേജിലും നമ്മൾ പഠിപ്പിച്ച വാക്ക് തന്നെ വന്നു കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് നോളജും നിങ്ങളുടെ എക്സ്പീരിയൻസും വായനയിലൂടെ കിട്ടുന്ന അറിവെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് 70% കിട്ടുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ടോട്ടൽ ഒരു കാൽക്കുലേഷനാണ്. ഇത്ര വാക്ക് പഠിച്ചു, അപ്പോൾ ഇത്ര പ്രാവശ്യം ഈ വാക്ക് വന്നിട്ടുണ്ടാകണം. ഒരു പേജിൽ നിങ്ങൾ പഠിച്ച ഇത്ര ശതമാനം വാക്കുകൾ, അതായത് നിങ്ങൾ പഠിച്ച 94 വാക്ക് ഒരു പേജിൽ ഉണ്ടായിരിക്കണം. അത് ആകെ വാക്കുകളെ 604 കൊണ്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു കണക്കാണ്. സൂറത്തുൽ ഇൻഷിഖാഖ് 13 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത 14 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ. ഇതിൽ തജ്വീദ് ശ്രദ്ധിക്കേണ്ട ഭാഗം നോക്കുക. ഇന്നഹുയിലെ ഹു എന്താണ്? സർവനാമത്തിൻ്റെ ഹായാണ്. അതിന് തൊട്ട് മുമ്പ് ഹർക്കത്താണ്, അഥവാ ഫത്തഹ കസ്റ ലമ്മ് ഇവയിലൊന്നാണ്. സുക്കൂനല്ല കേട്ടോ. സുക്കൂൻ എന്ത് ചെയ്യുന്നില്ല? സുക്കൂൻ ഹർക്കത്തിന് കൂട്ടത്തിലല്ല വരിക. ഫത്തഹ കസ്റ ലമ്മാണ് ഹർക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹർക്കത്താണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്നഹു എന്നത് 2 ഹർക്കത്ത് കിട്ടും. അപ്പോൾ ഇന്നഹു നമുക്കറിയാം, ഇന്നഹു എന്നത് 2 ഹർക്കത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതേപോലെ റബ്ബഹു എന്നിടത്തും ഹ സർവനാമത്തിൻ്റെ ഹ ആണ്. തൊട്ട് മുമ്പുള്ളതിന് ഹർക്കത്താണ്, അഥവാ ഹർക്കത്തുകളിൽ ഒന്നായ ഫത്തഹാണ്. അതുകൊണ്ട് 2 ഹർക്കത്ത് തീർക്കണം. ബിഹി അത് തന്നെയാണ്. അവിടെ 2 ഹർക്കത്ത് ദീർഘിപ്പിക്കണം. ഫല ഉഖ്സിമു ഖാഫ് കൽക്കലത്തിൻ്റെ അക്ഷരം എന്ന് പറയും. പൊട്ടിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഖാഫ്, ത, ബ, ജീം, ദാൽ, ഖുതുബ്, ജദ്ദിൻ എന്ന 2 പദങ്ങളിലൂടെ അത് അറിയപ്പെടും. അതേപോലെ ല ഉഖ്സിമു ഇവിടെ ഒരു നല്ലൊരു ഉദാഹരണമാണ്. ഖാഫിൽ സുക്കൂൻ വന്നപ്പോൾ പൊട്ടിച്ചുച്ചരിച്ചു. അതേപോലെ നിർത്തുമ്പോഴും പൊട്ടിച്ചുച്ചരിക്കണം. ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് അത് തന്നെയാണ് നിയമം. വൽ ഖമരി ഇദത്തസഖ് ഇദത്തസഖ് ലതർകബുന്ന തബഖൻ അൻ തബഖ്. ഇദത്തസഖ് ഇദായും ഇത്തസഖയും കൂടെ ചേരുമ്പോൾ ദീർഘം പോവും. ഇദത്തസഖ് ലതർകബുന്ന നൂന് മണിച്ചു പറയണം. തബഖൻ അൻ തബഖ്. തബഖൻ എന്ന തൻവീന് നോക്കുക. ഒരു തൻവീൻ്റെ മുകളിൽ ഒരു ഫത്തഹിൻ്റെ മുകളിൽ അടുത്ത ഫത്തഹ് നേരെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നിടത്താണ് തൻവീൻ വെളിവാക്കേണ്ടത്, ഫത്തഹ തൻവീൻ വെളിവാക്കേണ്ടത്. പിന്നെ നൂൻ സുക്കൂനുള്ള നൂന് അൻ
സുക്കൂൻ പ്രിന്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അൻ, അപ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം ത്വാ വരുന്നു. ത്വാ വരുമ്പോൾ നൂനിനെ മറച്ച് മണിക്കുമ്പോൾ ത്വാഇൻ്റെ ഉച്ചാരണത്തോട് അടുപ്പിക്കണം. ലതർക്കബുന്ന ത്വബഖൻ അൻ ത്വബഖ്, അൻ ത്വബഖ്. ഖാഫ് പൊട്ടിച്ച് ജരിക്കുക. ഫമാ ലഹും ലാ യുഅ്മിനൂൻ. ഞാൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹു ളന്ന അൻ ലൻ യഹൂർ ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറാ ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽഖമരി ഇദാ ഇത്തസഖ് ലതർക്കബുന്ന ത്വബഖൻ അൻ ത്വബഖ് ഫമാ ലഹും ലാ യുഅ്മിനൂൻ. ഇവിടെ ബലായിൽ അവിടെ സ്റ്റോപ്പ് ഉണ്ട്. ഈ സ്റ്റോപ്പുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ശ്വാസം മുട്ടുന്നതുകൊണ്ടല്ല നിർത്തുന്നത്. പക്ഷേ അങ്ങനെ നിർത്തിയാൽ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശ്വാസം വിടേണ്ടി വരില്ല എന്ന് തന്നെയല്ല, കേൾവിക്കാരന് ആകർഷണീയമാകാൻ അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ അവിടെയൊക്കെ നിർത്തി പാരായണം ചെയ്യുന്നതാണ് നല്ലത്. ഈ തജ്വീദിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത അതിൻ്റെ പദാനുപദാർത്ഥത്തിലേക്ക് പോവാം. ഡിപ്ലോമ കഴിയുമ്പോൾ പിന്നെ തജ്വീദിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ തൻവീൻ വെളിവാക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. തൻവീൻ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന് വെളിവാക്കുന്നത് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾക്ക് മുമ്പിലാണ്. അപ്പോൾ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഹംസുൻ ഫഹാഉൻ, ഹംസുൻ ഫഹാഉൻ, മുഹമ്മലത്താനി, സുമ്മ ഐനുൻ ഹാ, ഖാ, ഗൈൻ. അങ്ങനെ 6 അക്ഷരമാണ്. ഹംസ്, ഹാ, ഐൻ, ഗൈൻ, ഹാ, ഖാ. നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പം ഹംസ്, ഹംസ്, ഹാ. ഹംസും ഹായും എന്താണ്? ഹായിൽ തുടങ്ങുന്ന പേര് പറയുമ്പോൾ ഹായിലാണ് തുടങ്ങുന്നത്. പക്ഷേ ഹംസ് എന്ന് പറയുമ്പോൾ അ, ഇ, ഉ, അതാണ് ഹംസ്. ഹംസൻ ഫ ഹാ ഉൻ. ഹംസ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? ഹാ. പിന്നെന്താണ്? ഐൻ, ഗൈൻ, ഷാ, ഖാ. ഐൻ, ഗൈൻ, ഷാ, ഖാ. ഇത്രയാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. പക്ഷേ ഈ 6 അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മിച്ച് വെച്ചിട്ട് അവിടെ തജ്വീദ് നിയമം ആലോചിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ തൻവീൻ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നാൽ ഇതേപോലെ തൻവീനാണെങ്കിൽ അവിടെ വെളിവാക്കി പാരായണം ചെയ്യുക. അങ്ങനെ വായിച്ച് പഠിക്കുക. 604 പേജാണല്ലോ ഉള്ളത്. വായിച്ച് പഠിച്ച് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ വരുള്ളൂ. നമുക്ക് മൈക്ക് ആവശ്യത്തിനാണ് ഓൺ ചെയ്തത്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് അമ്മാമൻ ഊത്തിയ കിതാബഹും വറാഅ വഹിരിഹി. എന്നാൽ മൻ ഊത്തിയ കിതാബഹു, എതിർവൻ്റെ ഗ്രന്ഥം, വറാഅ വഹിരിഹി, അവൻ്റെ മുതുകിൻ്റെ പിൻഭാഗത്തുകൂടി, അവൻ്റെ പിന്നാമ്പുറത്തുകൂടി നൽകപ്പെടുന്നുവോ, സുബൂറ, അവൻ നാശം നാശം എന്ന് വിളിച്ച് വിലപിച്ചു കൊണ്ടിരിക്കും. വയസ്ല സഈറ, അവൻ നരകാഗ്നിയിൽ പ്രവേശിച്ചെരിയും. ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ, അവൻ തൻ്റെ കുടുംബത്തിൽ
അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവനായിരുന്നല്ലോ, എൻജോയ് ചെയ്ത് ജീവിക്കുന്നവനായിരുന്നല്ലോ, സന്തുഷ്ടനായിരുന്നല്ലോ എന്നാണ് പറഞ്ഞത്. തീർന്നില്ല. ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ, അവൻ തൻ്റെ കുടുംബത്തിൽ സന്തോഷവാനായിരുന്നു. ഇന്നഹു വന്ന അൻ ലൻ യഹൂർ അല്ലൻ യഹൂർ അല്ലൻ യഹൂർ അല്ലൻ യഹൂർ എന്ന് പറഞ്ഞെടുത്ത് ഒരു തജ്വീദ് നിയമമുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. അല്ലൻ യഹൂർ എന്നിടത്ത് നൂന് പറയേണ്ടതില്ല, ലാ മാത്രം പറഞ്ഞാൽ മതി. അല്ലൻ അല്ലൻ ആദ്യത്തെ നൂന് പറയേണ്ടതില്ല. കാരണം സുക്കൂനുള്ള നൂന് ശേഷം ലാം വന്നാൽ ഷദ്ദുള്ള ലാമാക്കി ഉച്ചരിക്കേണ്ടതാണ്. അപ്പം പിന്നെ ഷദ്ദുള്ള ലാമാണ് ഉച്ചരിക്കേണ്ടത്. ഇവിടെ പ്രിന്റ് അനുസരിച്ച് നോക്കിയാൽ ഒരു അക്ഷരത്തിനൊന്നും പ്രിന്റ് ചെയ്യാതെ വരികയും ശേഷമുള്ള അക്ഷരത്തിന് ഷദ് വരികയും ചെയ്താൽ ഷദ്ദുള്ള അക്ഷരം മാത്രം ഉച്ചരിക്കുക, അല്ലൻ യഹൂർ. ഓക്കെ. അപ്പോൾ ഇന്നഹു വന്ന നമ്മൾ പഠിച്ചതാണ്. വന്ന അവൻ കരുതി. ഇന്നഹു വന്ന അവൻ കരുതി. അല്ലൻ യഹൂർ അല്ലൻ യഹൂർ മടങ്ങി വരികയില്ല എന്ന്. ലൻ യഹൂർ യഹൂറു മടങ്ങി വരുന്നു. ലൻ യഹൂറു ലൻ യഹൂറ. ലൻ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അല്ലൻ ഇതൻ കൈ വന്നു കഴിഞ്ഞാൽ അപൂർണ ക്രിയയ്ക്ക് എന്ത് ചെയ്യണം? ഫത്ത കൊടുക്കണം അവസാനം. അപ്പോൾ അതനുസരിച്ചാണ് അല്ലൻ യഹൂറ എന്നുണ്ട്. അപ്പോൾ ഹാറ യഹൂറു ഹാറ യഹൂറു യഹൂറു എന്ന് വന്നു കഴിഞ്ഞാൽ യക്കൂർ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ പിന്നെ പൂർണ്ണക്രിയ ഹാറ എന്നേ വരാൻ സാധ്യതയുള്ളൂ. ഹാറ യഹൂറു മടങ്ങി വന്നു. അപ്പോൾ യഹൂറു മടങ്ങി വരും. ലൻ യഹൂറു മടങ്ങി വരികയില്ല അൻ എന്ന് അവൻ കരുതി. അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. ഇനി ഒരു പുനരുദ്ധാനം ഒന്നും മടങ്ങി വരവൊന്നും ഉണ്ടാവുകയില്ല എന്നവൻ കരുതി. ബല, ഓഫ് കോഴ്സ്, തീർച്ചയായും ആണ് ബല. മടങ്ങി വരില്ല എന്ന് വിചാരിച്ചു, അതിനെ നിഷേധിക്കുകയാണ്. നിഷേധിച്ചുകൊണ്ട് ബല, തീർച്ചയായും വരിക തന്നെ ചെയ്യും എന്നർത്ഥം. തീർച്ചയായും അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും എന്നാണ് അർത്ഥം. ഇന്ന റബ്ബഹു, തീർച്ചയായും അവൻ്റെ രക്ഷിതാവ്, കാന ബിഹി ബസീറ. ബിഹി ബസീറ, ബസീർ സൂക്ഷ്മമായി കാണുന്നവൻ, സൂക്ഷ്മമായി കാണുന്നവൻ, നന്നായി കാണുന്നവൻ. ബസീർ, ബസറിന് എന്ന് പറഞ്ഞാൽ കാഴ്ച അല്ലെങ്കിൽ കണ്ണ്. അതിൻ്റെ ബഹുവചനം അബസാർ. ബസറുൻ അബസാറുൻ, ബസറുൻ അബസാറുൻ. ഓക്കെ. ബസറ എന്ന് പറഞ്ഞാൽ കണ്ടു. ബസറ യബ്സുറു, ബസറ യബ്സുറു. നമ്മുടെ നസറ യൻസുർ ഗ്രൂപ്പിൽ കാണാം. ബസറ യബ്സുറു. ഹശറ യഹ്ശുറു, നഫഖ യൻഫഖു. ഇല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കണം അത്, ബസറ യബ്സുറു. കേട്ടോ, ചിലപ്പോൾ കുറഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്നതുകൊണ്ട് അതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരിക്കാം ലിസ്റ്റിൽ. കാരണം നമ്മൾ കുറച്ച് ക്രിയകൾ എടുത്തിട്ട് അത് ഖുർആനിൽ ഇത്രയും പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഖുർആനിലെ ഇത്രയും വാക്കുകൾ, ഖുർആനിലെ 80% വാക്കുകളാണ് നമ്മൾ 10-12 പേജുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്രിയകളുടെ അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം കുറച്ചിട്ടാണ്. അപ്പോൾ ബസറ കണ്ടു, ബസറുൻ കാഴ്ച അല്ലെങ്കിൽ കണ്ണ്, ബസീർ സൂക്ഷ്മമായി കാണുന്നവൻ. ഇനി കാന വന്നാൽ, കാന എന്നൊരു ഇതൊരു യൂസേജ് ആയിട്ട് വന്നിരിക്കുകയാണ്. കാന എന്ന് പറഞ്ഞാൽ ഹാവ് ബീൻ എന്നർത്ഥം. ഓർ ഹാഡ് ബീൻ, ആയിരുന്നു
ആയിരുന്നു, ഹി വാസ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് കാന ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ലാതെ ഒരു നാമവാക്യത്തിൽ കാന അതിൻ്റെ നാമവാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗവും ഉപസംഹാര ഭാഗവും ഒക്കെ വരുന്ന രീതിയിലല്ല കാന ഇവിടെ ഉള്ളത്. ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, അവൻ്റെ രക്ഷിതാവ് അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനായിരുന്നു. ഫല ഒക്കസിമു, അപ്പോൾ അവിടെ രണ്ടാം ഭാഗം തീർന്നു. രണ്ട് വിഭാഗം ആൾക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ. അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനിഹി എന്ന് പറഞ്ഞു. ഇതാണ് 70-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയത്. വലത് ഭാഗത്ത് ഗ്രന്ഥം നൽകുന്നവരെ കുറിച്ച് പറഞ്ഞു, അവരുടെ സന്തോഷകരമായ അവസ്ഥയെക്കുറിച്ചും പര്യവസാനത്തെക്കുറിച്ചും പറഞ്ഞു. പിന്നീട് ഇടത് കൈയിൽ അല്ലെങ്കിൽ പിൻഭാഗത്ത് കൂടി ഗ്രന്ഥം നൽകപ്പെടുന്നവരുടെ കാര്യം പറഞ്ഞു. ആ ഭാഗം ഇവിടെയാണ് തീരുന്നത്. ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, അവൻ രക്ഷിതാവ് അവനെക്കുറിച്ച് അവനെ നന്നായി കാണുന്നവനായിരുന്നു, വീക്ഷിക്കുകയായിരുന്നു, നിരീക്ഷിക്കുകയായിരുന്നല്ലോ എന്ന് പറയുന്നതോടുകൂടി അവിടെ തീർന്നു. അവിടെ ബല എന്ന ഒറ്റ വാക്കിലാണ് തീർത്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാന സമയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അപ്പം അള്ളാഹു അവനെക്കുറിച്ച് നിരീക്ഷിക്കുന്നവനായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു? വീണ്ടും പുനരുത്ഥാനം അല്ലെങ്കിൽ ദീനിൻ്റെ സത്യാവസ്ഥ ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ വീണ്ടും എടുത്തു പറയുകയാണ്. ഫല അല്ല ഒക്കസിമു, ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ നേരത്തെ പഠിച്ചുള്ളതാണ്. ഫല ഒക്കസിമു, ല ഒക്കസിമു ബിഹാദൽ ബലദ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ല അല്ല ഒക്കസിമു, ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതേപോലെ ഫല അല്ല ഒക്കസിമു, ഞാൻ സത്യം ചെയ്യുന്നു ബിഷഫഖ്, അസ്തമയ ശോഭ കൊണ്ട്. ഷഫഖ് അസ്തമയ ശോഭ, സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ശരിക്കും അതിനെ വെച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കേണ്ടതാണ്. അള്ളാഹു എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തെ എടുത്ത് സത്യം ചെയ്യുന്നു? മനുഷ്യൻ്റെ ദൃഷ്ടിക്ക് ഗോചരമാകുന്ന ഒരവസ്ഥയാണത്, അല്ലേ? മനുഷ്യൻ്റെ ദൃഷ്ടിക്ക് ഗോചരമാകുന്ന ഒരു അവസ്ഥയാണത്. സൂര്യൻ അവിടെ തന്നെ നിലകൊള്ളുന്നു, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം സൂര്യനെ അത് വലം വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഭാസം മനുഷ്യന് പ്രത്യക്ഷമാവുകയാണ്. ആ ഷഫഖ്, അസ്തമയ ശോഭ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് മനുഷ്യന് ഗോചരമാകുന്നത്? അപ്പം അത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു എടുത്ത് പറയുകയാണ്. ഫല ഒക്കസും ബിഷഫഖ്, അസ്തമയ ശോഭ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വല്ലൈലി, രാത്രിയെ കൊണ്ട്. നേരത്തെ പറഞ്ഞു വരുന്ന സംഭവം, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അത് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യുന്നു. അതിനിടയിൽ പ്രത്യക്ഷമാകുന്ന ചില സംഭവ വികാസങ്ങളാണ് ലൈലും നഹാറും ഒക്കെ, രാത്രിയും പകലും. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങൾ ആയിട്ടാണ് എടുത്തു പറയുന്നത്. ലൈലും നഹാറും ഷഫഖും ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ടാവും. വല്ലയിൽ രാത്രിയെ കൊണ്ടും, വമാ വസക്ക, വസക്ക എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ടു. വസക്ക അപൂർവമായി വരുന്ന ക്രിയകളാണിത്. അപ്പോൾ നമ്മൾ ക്രിയകളുടെ പട്ടികയിൽ ഇത് ഉണ്ടായിക്കണമെന്നില്ല. വസക്ക ഉൾപ്പെട്ടു അല്ലെങ്കിൽ ഉൾക്കൊണ്ടു. വമാ വസക്ക അത് ഉൾക്കൊള്ളുന്നതിനെ കൊണ്ടും. വൽ ഖമരി ചന്ദ്രനെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്യാണ്. ഇതത്തസഖ് അത് ഇത്തസഖ പൂർണ്ണത പ്രാപിച്ചു. അപ്പോൾ ഇത് ഭൂമി സൂര്യനെ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ചന്ദ്രൻ സഞ്ചരിക്കുന്നു അതിൻ്റെ ഭ്രമണപഥത്തിൽ. അത് സൂറത്ത് യാസീൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ.
വശംസ് തജ്രീ മുസ്തഖറിൻ ലഹ, സൂര്യൻ അതിൻ്റെ അഭയസ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ, ചന്ദ്രന് നാം അതിൻ്റെ ഭ്രമണപഥം മനാസിൽ പ്രത്യക്ഷയ ക്രമങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. ഹത്ത ആദ കൽ അർജൂനിൽ ഖദീം, ആ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. അത് ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു നേരിയ വര പോലെ പ്രത്യക്ഷപ്പെടുന്നു അല്ലേ? അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് അതത് സിനീന ഹിസാബ്, എണ്ണവും കണക്കുമൊക്കെ നോക്കാൻ പറ്റുന്നത്. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, അള്ളാഹു അതിനെ നിശ്ചയിച്ചിരിക്കുന്നത് ക്രമം, അതിൻ്റെ ഒരു ഒരു വ്യവസ്ഥാപിതം സ്വഭാവം നിശ്ചയിച്ചിരിക്കുന്നത്. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വർഷങ്ങളുടെ എണ്ണവും കണക്കുകളും മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പോൾ മാസം തീർന്ന് അടുത്ത മാസം ആരംഭിക്കുമ്പോഴേക്കും അതൊരു നേരിയ വര പോലെ ഒരു നിശ്ചിത സമയം മാത്രം പ്രത്യക്ഷപ്പെടുന്നു. അടുത്ത ദിവസം കുറച്ച് സമയം കൂടി അത് പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ ദൃഷ്ടിക്ക് ഗോചരമാകുന്ന ഭാഗം കുറച്ചുകൂടി വലുതാകുന്നു. അടുത്ത ദിവസം കുറച്ചുകൂടി വലിപ്പം പ്രാപിക്കുന്നു. വീണ്ടും അത് കുറച്ചുകൂടി സമയം നിലകൊള്ളുന്നു. അങ്ങനെ അതെന്ത് ചെയ്യുന്നു? കുറേശ്ശെ വർദ്ധിച്ചു വന്ന് അത് പൂർണ്ണത പ്രാപിക്കുന്നു. ബദർ ആയിത്തീരുന്നു. അപ്പം അതൊരു ഭയങ്കര പ്രതിഭാസമാണ്. അതിങ്ങനെ തോന്നിയതുപോലെ ഒരു ദിവസം ഒരു രീതിയിൽ, അടുത്ത ദിവസം വേറൊരു രീതിയിൽ, എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും, അങ്ങനെയല്ല, കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെതായ ഘടനയും എണ്ണവും കണക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സൂര്യനും കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമിയും കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, ഓരോന്നും അതിൻ്റെതായ ഭ്രമണ പഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വൽക്കമരി, ചന്ദ്രനെ കൊണ്ടും ഇതെത്തസക്ക്, അത് പൂർണ്ണത പ്രാപിക്കുമ്പോൾ, അപ്പം അതങ്ങനെ പ്രാരംഭ ദിശയിൽ വന്ന് കുറേശ്ശെ വർദ്ധിച്ച് അങ്ങനെ പൂർണ്ണചന്ദ്രനായി പ്രാപിക്കുന്ന അവസ്ഥ. എന്നിട്ട് വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് പോകും. പൂർണ്ണചന്ദ്രനായി വീണ്ടും അതിനെ കുറഞ്ഞു വന്ന് വീണ്ടും കുറഞ്ഞു വന്ന് അങ്ങനെ അവസാനം അതിൻ്റെ ആ പ്രത്യക്ഷപ്പെടുന്ന സമയവും ക്രമം ഒക്കെ മാറി വരുന്നു. അത് ഭയങ്കര പ്രതിഭാസം തന്നെയാണ്. ഇപ്പോൾ വൽക്കമരി, ചന്ദ്രനെ കൊണ്ടും ഇത്തസക്ക പൂർണ്ണത പ്രാപിച്ചു. അങ്ങനെ പൂർണ്ണത പ്രാപിക്കുന്ന ആ ചന്ദ്രനെ കൊണ്ടും വല്ലലി ഒമ വസക്ക്, രാത്രിയെ കൊണ്ടും അത് ഉൾക്കൊള്ളുന്നതിനെ കൊണ്ടും, ആ രാത്രിയാകുന്ന അന്ധകാരത്തിൽ എന്തെല്ലാം സംഗതിയാണോ ഉൾക്കൊള്ളുന്നത് അതിനെ കൊണ്ടെല്ലാം മനുഷ്യന് ശാന്തത ലഭിക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നു, വിശ്രമം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ രാത്രിയിൽ മിൻശരിമ ഖലഖ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മിൻശരി ഖാസിഖിൻ ഇദാ വഖബ എന്ന് പറഞ്ഞു. അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്നും, അതേപോലെ മിൻശരി ഖാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുൾ മൂടുമ്പോൾ അതിൻ്റെ തിന്മയിൽ നിന്നും. അപ്പം അതിൽ ഒരുപാട് തിന്മകൾ ഒളിഞ്ഞിരിക്കുന്നു. അങ്ങനെ നന്മയും തിന്മയുമായ എന്തെല്ലാം സംഗതികൾ അതിലുണ്ടോ, അതിൽ ഒരുപാട് തിന്മകൾ ഒളിഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ, ദോഷങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ അതിലൊരുപാട് നന്മകളുമുണ്ടല്ലോ. രാത്രിയിലെ വിശ്രമവും സമാധാനവും ശാന്തിയും ഒക്കെ ആയിട്ട് ഒരുപാട് നന്മകൾ അതിലുണ്ട്. അപ്പം അങ്ങനെ നാം പലരും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ അതിനെ എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള രാത്രി, വല്ലേരി, ആ രാത്രിയെ കൊണ്ടും വൽഖമരി ഇദത്തസഖ്, ഖമർ പറയാം. ഖമർ ചന്ദ്രൻ, ഷംസ് സൂര്യൻ, നജ്മ് നക്ഷത്രം, വൽഖമരി ഇദത്തസഖ്. ലതർക്കബുന്ന, തർക്കബു, റകിബ കയറി, റകിബ കയറി, യർക്കബു കയറുന്നു, തർക്കബുന്ന. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കണം കേട്ടോ. നമ്മൾ
ഇന്ന വരുന്നത് എവിടെയാണ്? നാമവാക്യത്തിലാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇന്നൽ ബുസ്താന ജമീലുൻ, നാമവാക്യത്തിലാണ്. അപ്പം നാമവാക്യത്തിൽ ഇന്ന വരുമ്പോൾ ഇന്ന എന്ന പദം അല്ലെങ്കിൽ അവ്യയം ആദ്യം വരും, പിന്നീട് നാമം, അങ്ങനെ വരും. അതേസമയം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്നൽ ബുസ്താന ജമീലുൻ എന്ന് പറയും, തീർച്ചയായും പൂന്തോട്ടം ഭംഗിയുള്ളത് ആണ്. പിന്നെ അതിൽ ലാ വരുന്ന ക്രമമുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. അപ്പോൾ രണ്ടാം ഭാഗത്തിൽ ലാ വരുന്നത് കൊണ്ട്. അപ്പം നാമവാക്യത്തിൽ ഇന്ന വരുമ്പോൾ ഇന്ന സ്വതന്ത്രമായി നിൽക്കും, പിന്നീട് നാമം വരും. അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ലാ ചേർന്ന് വരും, ചേർന്ന് വരാതിരിക്കുകയും ചെയ്യും. ഇന്നൽ ബുസ്താന ജമീലിൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ലാ ഇല്ല. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ലാ ഉണ്ട്. അപ്പോൾ ലാ ഉണ്ടാകുകയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതേസമയം ക്രിയയും അതേപോലെ ഉപയോഗിക്കണമല്ലോ. തീർച്ചയായും ഞാൻ അടിക്കും എന്നങ്ങനെ പറയും. അപ്പൊ ഈ തീർച്ചയായും എന്നത് ഇന്ന വരുന്നത് എവിടെയാണ്? ഇന്ന വരുന്ന അപൂർണ ക്രിയയുടെ അവസാനത്തിൽ ഇന്ന ചേർക്കാം, തീർച്ചയായും എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി. അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഫതഹ അല്ലെങ്കിൽ ദറബ എടുക്കാം, അല്ലെങ്കിൽ നസറ എടുക്കാം, സഹായിച്ചു, നസറ സഹായിച്ചു. അപ്പോൾ യൻസുറു അപൂർണക്രിയയിലാണല്ലോ ഇന്ന വരുന്നത്, യൻസുറു. അപ്പോൾ യൻസുറു അവൻ സഹായിക്കുന്നു, യൻസുറു. തീർച്ചയായും സഹായിക്കും, തീർച്ചയായും അവൻ സഹായിക്കും എന്നിങ്ങനെ പറയും. ഖുർആനിലുണ്ടത്, തീർച്ചയായും അവൻ സഹായിക്കുമെന്ന്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഖുർആനിലുണ്ട്, തീർച്ചയായും അവൻ സഹായിക്കുമെന്ന്. വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു. അപ്പോൾ ലയൻസുറന്ന, ലയൻസുറന്ന, യൻസുറു എന്നതിൻ്റെ കൂടെ ഷദ്ദുള്ള ന ചേർത്താൽ ഇന്ന വന്ന ഇന്ന വന്ന ആശയം കിട്ടും. പക്ഷെ അവിടെ ഇന്നയുടെ ഈ ഉണ്ടാവില്ല, ഷദ്ദുള്ള നൂന് മാത്രമേ ചേർക്കൂ. പക്ഷേ അതിൻ്റെ അവസാനത്തിൽ ലമ്മായിരുന്നെങ്കിൽ, അവസാനത്തിൽ ലമ്മായിരുന്നെങ്കിൽ അതിനെ ഫത്തഹാക്കി മാറ്റും. യൻസുറു, യൻസുറന്ന, കേട്ടോ. പക്ഷേ ബഹുവചനമായിരുന്നെങ്കിലോ, യൻസുറു യൻസുറൂന, ബഹുവചനമായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? യൻസുറൂന എന്നാണെങ്കിൽ അവിടെ യൻസുറുന്ന എന്ന് വരും. യൻസുറുന്ന, യൻസുറുന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർ സഹായിക്കുക തന്നെ ചെയ്യും എന്നാണ്. യൻസുറന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ലമ്മ് ആയിരുന്നുവെങ്കിൽ ശബ്ദമുള്ള നാ ചേരുമ്പോൾ ഫത്തഹായി മാറും. ബഹുവചനമാണെങ്കിൽ നമ്മൾ ഏകവചനം ബഹുവചനമാണല്ലോ പഠിച്ചത്. അപ്പോൾ യൻസുറു യൻസുറൂന, അപ്പോൾ ലയൻസുറന്ന ലയൻസുറന്ന ലയൻസുറുന്ന നീട്ടില്ല. കാരണം ദീർഘം വന്നാൽ പിന്നെ ശ്രദ്ധ വരില്ല. അപൂർവം, അത് വേറെ സന്ദർഭമുണ്ട്. സാധാരണഗതിയിൽ വരില്ല. സാധാരണഗതിയിൽ ദീർഘം വന്നാൽ ശ്രദ്ധ വരില്ല. അൽഹാക്കളുണ്ട്, അത് വേറെ നിയമമാണ്. അപ്പോൾ ഇന്ന വരുമ്പോൾ ലയുംബദന്ന, ലയുംബദന്ന, യുംബദു എറിയപ്പെടും, യുംബദു എറിയപ്പെടും. ലയുംബദന്ന തീർച്ചയായും, യുംബദു തീർച്ചയായും, യുംബദു അവൻ എറിയപ്പെടും. യുംബദന്ന തീർച്ചയായും അവൻ അറിയപ്പെടും. അപ്പോൾ യുംബദു എന്നതിന് പകരം യുംബദ എന്നായി, ലയുംബദന്ന. അപ്പോൾ അതേപോലെ ലതർക്കബുന്ന എന്ന് പറഞ്ഞാൽ തർക്കബു തർക്കബൂന എന്നാണ്. തർക്കബൂന നിങ്ങൾ കയറും. അപ്പോൾ ലതർക്കബുന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ കയറും, കയറും അല്ലെങ്കിൽ കയറിക്കൊണ്ടിരിക്കും
ഞാൻ പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കും, രണ്ടും ഉണ്ടാവുമല്ലോ. അതേപോലെ തർക്കബുന്ന, തീർച്ചയായും നിങ്ങൾ കയറിക്കൊണ്ടിരിക്കും. തൊബക്കൻ ആൻഡ് തൊബക്ക്. തൊബക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോർ അല്ലെങ്കിൽ പടി, ദറജ അല്ലെങ്കിൽ ഡിഗ്രി എന്നൊക്കെ പറയുന്ന പോലെ തൊബക്ക്, പടി. തൊബക്കൻ ആൻഡ് തൊബക്ക്, ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിലേക്ക്. തൊബക്കൻ ആൻഡ് തൊബക്ക് എന്നുള്ളതാണ് ഒരു പടിയിൽ നിന്ന് പടിപടിയായി. തൊബക്കൻ ആൻഡ് തൊബക്ക്, തൊബക്കൻ തൊബക്കൻ എന്ന് പറയാൻ പറ്റില്ല. തൊബക്കൻ ആൻഡ് തൊബക്ക്, ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിലേക്ക്, അതാണ് പടിപടിയായി. ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിലേക്ക് നിങ്ങൾ കയറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഒരേ നിലയിൽ തുടരുന്നതല്ല. എവിടെയുണ്ട് തർക്കബുന്നയുടെ ഡീറ്റെയിൽസ്? തർക്കബൂന് അധികം ഇന്നയാണ് തർക്കബുന്ന. അതിനോടൊപ്പം ലായും വരും. ലതർക്കബുന്ന. തൊബക്കൻ ആൻഡ് തൊബക്ക്. ഫമാലഹും ലാ യുഅ്മിനൂൻ. അപ്പോൾ മാലഹും, അവർക്കെന്ത് പറ്റി? അപ്പോൾ അല്ലെങ്കിൽ എന്നിട്ടും അവർക്കെന്ത് പറ്റി? മാലഹും, അവർക്കെന്ത് പറ്റി? ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. ഫമാലഹും ലാ യുഅ്മിനൂൻ, എന്നിട്ടും അവർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? അതായത് ഒരവസ്ഥ കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക്, ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകണമല്ലോ. മനുഷ്യൻ ഇപ്പോൾ ജീവിക്കുന്നു, ജീവിതം കഴിഞ്ഞാൽ മരിക്കും എന്നത്, ജനിച്ചു, വളർന്നു, ജീവിച്ചു, മരിച്ചു. അപ്പോൾ പല ഘട്ടങ്ങൾ കഴിഞ്ഞു. പിന്നെ മരിച്ചതിന് ശേഷം പിന്നെ എന്ത് സംഭവിക്കും? അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. മരിച്ചതിന് ശേഷം പിന്നീട് പുനരുജ്ജീവിപ്പിക്കണം. ഇവിടെയാണ് എങ്ങനെയാണ് ജീവിച്ചത്, ആ ജീവിച്ച പ്രവർത്തനങ്ങളുടെ റിസൾട്ട് കിട്ടണം. ഇതൊന്നും അവർക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല? ഫമാലഹും, അവർക്ക് എന്ത് പറ്റി? ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ലല്ലോ. ബാക്കി അടുത്ത ഇതിലാണുള്ളത്. ഓക്കെ, ഇതിലെന്തെങ്കിലും ക്ലിയർ ആകായ്മയുണ്ടോ? നഹു വന്ന അല്ലൻ യഹൂർ. ഷാറ യഹൂറു എന്താർത്ഥം? മടങ്ങി വന്നു. കാന ബിഹി ബസീർ. ബസീർ നമുക്കൊക്കെ സുപരിചിതമാണ്. അതുകൊണ്ട് സൂക്ഷ്മമായി വീക്ഷിക്കുന്നവൻ, കാണുന്നവൻ, നമുക്കറിയാം. ഒക്കസിമോ അറിയാം. ഷഫക്ക് പുതിയ പദമാണ്. അസ്തമയ ശോഭ, ഷഫക്ക്. വസക്ക, ഉൾക്കൊണ്ടു, ഉൾപ്പെട്ടു അല്ലെങ്കിൽ ഉൾക്കൊണ്ടു. ഇത്തസക്ക, പൂർണ്ണത പ്രാപിച്ചു. ഇത്തസക്ക, പൂർണ്ണത പ്രാപിച്ചു. തബക്ക്, പടി അല്ലെങ്കിൽ ഫ്ലോർ. തബക്കൻ ആൻഡ് തബക്ക്, ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിലേക്ക്. അപ്പോൾ ഹാറ യഹൂറു ഒരു പുതിയ പദം. ബസീർ പുതിയ പദമായിട്ട് നമുക്ക് എണ്ണാം, നമ്മൾ അങ്ങനെ പഠിക്കാത്തതുകൊണ്ട്. ഷഫക്ക്, ബസീർ സൂക്ഷ്മമായി കാണുന്നവൻ. ഷഫക്ക്, അസ്തമയ ശോഭ. വസക്ക, ഉൾക്കൊണ്ടു. ഇത്തസക്ക, പൂർണ്ണത പ്രാപിച്ചു. റക്കിബ യർക്കബു, കയറി. റക്കിബ യർക്കബു, കയറി. റക്കിബ സമയ ഗ്രൂപ്പിൽ റക്കിബ ഇല്ല. റക്കിബയ്ക്ക് അപൂർവം പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. യാബുനയ്യർക്കം, യാബുനയ്യർക്കബ് എന്നാണ് കേട്ടോ. യാബുനയ്യർക്കബ്, മോനെ കയറിക്കോ. റക്കിബ, ഇതാ റക്കിബു ഫിൽ ഫുൽക്കി, അതൊക്കെ ഇതിൽ നിന്ന്, ഈ ക്രിയയിൽ നിന്ന് വന്നിട്ടതാണ്. തർക്കബുന്ന. തൊബക്ക്, പടി, ഇതിലുള്ള 6 പുതിയ വാക്കുണ്ട്. ഹാറ യഹൂർ, മടങ്ങി. ബസീർ, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവൻ. ഷഫക്ക്, അസ്തമയ ശോഭ. വസക്ക, ഉൾക്കൊണ്ടു. ഇത്തസക്ക, പൂർണ്ണത പ്രാപിച്ചു. റക്കിബ, കയറി. തൊബക്ക്, പടി. ഓക്കെ, ഇനി നമുക്ക്, ഞാനിവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, ഞാൻ ഗ്രൂപ്പിൻ്റെ പേര് ഇടയ്ക്ക് മാറ്റി പ്ലാറ്റിനം എന്നാക്കി പോയി. കാരണം അത് പ്ലാറ്റിനം ആയോ എന്നുള്ള സംശയം കൊണ്ടാക്കിപ്പോയതാണ്. പ്ലാറ്റിനം ആയിട്ടില്ല, നമ്മൾ ഇപ്പോഴും ഡയമണ്ടിലാണുള്ളത്. ഡയമണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം.
അപ്പോൾ നാം ഗോൾഡൻ സെഷനിൽ ചെയ്തത് ദുർബലാക്ഷര ക്രിയകൾ ഉറപ്പാക്കി പഠിച്ചു. ഇനി ദുർബലാക്ഷര ക്രിയകളെ നമ്മൾ റിവൈസ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു മടങ്ങിപ്പോക്കില്ല. ഇനി VIP ക്രിയകളിൽ ബാക്കിയുള്ളത് നമുക്ക് ഡയമണ്ട് സെഷനിൽ ഉറപ്പിക്കണം. VIP ക്രിയകളിൽ ബാക്കിയുള്ളത് ദുർബലാക്ഷരം എന്ന് വന്നപ്പോൾ ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നതും മധ്യത്തിൽ വന്നതും അവസാനത്തിൽ വന്നതുമായ 3 ഗ്രൂപ്പുകൾ പോയി. പിന്നീടുള്ളത് ഹംസ അടങ്ങിയ ക്രിയകളാണ്. ഹംസ അടങ്ങിയ ക്രിയകൾ നാം നന്നായി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു. അമറ, അത, അക്കല, റഅ, സഅല, ജഅ, ശഅ ഇതൊക്കെ പഠിച്ചു. അതോടൊപ്പം ഖറഅയും പഠിച്ചു. ഖറഅയിൽ ഒരുപാട് വ്യത്യാസമില്ല, ഒരുപാട് ഹംസ അടങ്ങിയത് കൊണ്ട് ഒരുപാട് മാറ്റമില്ല. ഖറഅ, യഖ്റഉ, ഖിറാഅത്തുൻ വ ഖുർആനുൻ അതാണ് അതിൻ്റെ ക്രിയാധാതു. 2 ക്രിയാധാതു ഉണ്ട്. ഒന്ന് ആധിക്യത്തിൻ്റെതാണ്, ഒന്ന് സാധാരണയാണ്. ഖിറാഅത്തുൻ വായന, ഖുർആനുൻ അധികമായ വായന. പിന്നെയുള്ളത് അഖദയാണ്. അഖദ എന്ന ക്രിയ ഹംസ് തുടക്കത്തിൽ വന്ന ക്രിയയാണ്. ഒരു സെക്കൻഡ്. അഖദ A8 അഖദ. അതെ, എടുത്തു പിടിച്ചു നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അഖദ. അപ്പോൾ അഖദയിൽ നമ്മൾ എഴുതാൻ പറഞ്ഞിരുന്നു, പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ക്ലാസ് ചർച്ച ചെയ്തെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ വെർബുകളിലൂടെയും ഒന്നുകൂടി കടന്നു പോവുകയാണ്. ചിലപ്പോൾ പരീക്ഷയെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയും ഇത് പഠിപ്പിച്ചില്ല എന്ന് പറയും. അപ്പോൾ അഖദയുടെ പ്രത്യേകത ഹംസ് തുടക്കത്തിൽ വന്നതാണ്. അഖദ യഅഖുദു. യഥാർത്ഥത്തിൽ ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല, കാരണം അക്കല യഅകുലു പോലെ തന്നെയാണ്. അഖദ യഅഖുദു. അപ്പോൾ അക്കരെ ഏക്കുല് പോലെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ പ്രോപ്പർ സിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ പോയി വീഡിയോ ഓൺ ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് ഓഫ് ചെയ്യേണ്ടി വരും. കാരണം ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഉള്ളൊരു വിഷമമാണ്. അഖദ യഅഖുദു. അപ്പോൾ അക്കര യഅക്കുലു പോലെ, അക്കര യഅക്കുലു, അതേപോലെ അമറ യഅ്മുറു പോലെ അടിസ്ഥാനപരമായി നസറ യൻസുറു ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഘടനയിലായിരിക്കും ഇത് വരിക. അപ്പോൾ അഖദ യഅഖുദു, അക്കല യഅക്കുലു, അല്ലെങ്കിൽ നസറ യൻസുറു. പക്ഷേ അതിൻ്റെ കൽപ്പനയില്ല. അതിനു മുമ്പ് അൻസുറു എന്ന് പറയുന്ന ഭാഗത്ത്, അൻസുറു എന്ന് പറയുന്നതിന് പകരം എന്ന് പറയുന്ന സന്ദർഭത്തിൽ അഖദ അവനെടുത്തു, ആഹുദു ഞാൻ എടുക്കുന്നു, ആഹുദു, യഅഖുദു യഅഖുദൂന, യഅഖുദു അവനെടുക്കുന്നു, യഅഖുദൂന അവരെടുക്കുന്നു, തഅഖുദു നീ എടുക്കുന്നു, തഅഖുദൂന നിങ്ങൾ എടുക്കുന്നു, ആഹുദു ഇപ്പോൾ ദീർഘിപ്പിച്ചാണ് പറയുന്നത്, ആക്കുലു പോലെ അല്ലെങ്കിൽ ആമുറു പോലെ.
അഹുദു നഅഖുദു. ഇതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത അക്കല യഅകുലു ലികുൽ എന്ന് പറഞ്ഞതുപോലെ, അതേപോലെ അമറ യഅ്മുറു മുർ എന്ന് പറഞ്ഞതുപോലെ അഖദ യഅഖുദുവിന്റെ കൽപ്പന ഖുദ് എന്നാണ് വരിക. യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ സീനതകും, ഖുദൂ സീനതകും, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരത്തെ സ്വീകരിക്കുക, എടുക്കുക. ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ ആരാധനാ സമയത്തും. അതെ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, അവരുടെ സമ്പത്തിൽ നിന്നും സദക്ക വസൂൽ ചെയ്യുക, അല്ലെങ്കിൽ നിർബന്ധ ദാനം വസൂൽ ചെയ്യുക, സ്വീകരിക്കുക. തന്നില്ലേ പിടിച്ചു വാങ്ങുക എന്നും അർത്ഥമുണ്ട് ഇതിന്, ഖുദിന് കേട്ടോ. ഖുദ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഖുദ് എന്ന വാക്ക് എടുത്തു പിടിച്ചു എന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഖുദ് ഇതിനെ അവലംബിച്ചിട്ടാണ് പണ്ഡിതന്മാർ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, വാങ്ങുക, നിർബന്ധമായും വാങ്ങുക എന്ന് പറയുന്നത്. അത് പ്രത്യക്ഷ സമ്പത്തിനാണ്. പരോക്ഷ സമ്പത്ത് വേറെയുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ ജനങ്ങൾ അറിയുന്ന സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്നും സക്കാത്ത് വസൂൽ ചെയ്യണം. അവിടെ ഹംസ തിരിച്ചു വരും. പിന്നെ ആക്കിലുൻ എന്ന് പറയുന്ന പോലെ തിന്നുന്നവൻ, അതെ, ആമിറുൻ കൽപ്പിക്കുന്നവൻ എന്ന് പറയുന്ന പോലെ ആഹിദുൻ എടുക്കുന്നവൻ. ആഹിദുൻ ബി നാസിയത്തിഹി എന്ന് ഒരു ഭാഗമുണ്ട് കേട്ടോ. മഅഖൂദുൻ എടുക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത്. അഖ്ദുൻ എടുക്കൽ, പിടിക്കൽ. അഖ്ദ അസീസിൻ മുഖ്തദിർ എന്ന് വന്നിട്ടുണ്ട്. അഖദത്, അഖദത് ഇദാ അഖദത്തിൽ അർദു സുഖ്റുഫഹ, അപ്പോൾ അഖദത് അവൾ എടുത്തു അല്ലെങ്കിൽ പിടിച്ചു. തഅഖുദു അവൾ സ്വീകരിക്കുന്നു. അപ്പോൾ അതിൽ ഇത്രയുണ്ട്. അക്കൽ ഏക്കുൽ പോലെയാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വന്നിരിക്കുന്ന ആ പട്ടികയിൽ വന്നിരിക്കുന്ന 2-3 ക്രിയകൾ കൂടിയുണ്ട്. അത് പട്ടിക പഠിക്കേണ്ടതില്ലെങ്കിലും, ഞാൻ 279 പേജിൽ നിന്നാണ് വായിക്കുന്നത് ടെക്സ്റ്റിലെ. പട്ടിക പഠിക്കേണ്ടതില്ലെങ്കിലും അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഖുർആനിൽ വന്നിട്ടുള്ളതായിരിക്കും ചോദിക്കുക. അമിന നിർഭയനായി, സുരക്ഷിതനായി വിശ്വസിച്ചു. അമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബിക്കുമുൽ അർദ്. അമിൻതും മൻ ഫിസ് സമാഇ, ആകാശമുള്ളവരെ കുറിച്ച് നിങ്ങൾ നിർഭയനായിരിക്കുകയാണോ? അപ്പോൾ അമിന നിർഭയനായി. ഫഇൻ അമിന ബഅദുകും ബഅദൻ, വിശ്വസിച്ചു. ഫഇൻ അമിന ബഅദുകും ബഅദൻ, നിങ്ങൾ പരസ്പരം വിശ്വസിച്ചാൽ. ബഅദുകും നിങ്ങളിൽ ചിലർ, ബഅദൻ ചിലരെ, അമിന വിശ്വസിച്ചു കേട്ടോ. അപ്പോൾ അമിന, അമിന യഅ്മനു എന്നാണ്. യഅ്മനു, യഅ്മനു ഉണ്ട് ഖുർആനിൽ. യഅ്മനു അതേപോലെ അതിൻ്റെ ചില രൂപങ്ങളൊക്കെ ഉണ്ട്. എല്ലാ രൂപങ്ങളും ഇല്ല. എന്തായാലും പട്ടിക പഠിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അമിനയുടെ ഏത് ഭാഗമാണ് വന്നിരിക്കുന്നത്. അമിന വന്നു, യമന് വന്നിട്ടുണ്ട്, അമിൻതും വന്നിട്ടുണ്ട്. അതേപോലെ മാലക ലാ തഅ്മന്ന, മാലക ലാ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാം കേട്ടോ. തഅ്മന്ന നന്നായിട്ട് പഠിച്ചു വെക്കണം. കാരണം അമീന നമ്മൾ എന്തായാലും പഠിച്ചു, അമീന യമനു. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ സഹോദരന്മാർ പാപ്പാടുത്ത് എന്ന് പറയുകയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമയോട്, ഖാലു യാ അബാന മാ ലക ലാ തഅ്മന്ന, ഇങ്ങനെയാണ് ഓതേണ്ടത്. ലാ തഅ്മനു എന്നാണല്ലോ വാക്ക്. ലാ തഅ്മനുന, എന്തുകൊണ്ട് താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല? അല്ല യൂസുഫിന്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെ പാലനം ചെയ്യണം? മാലക ലാ തഅ്മന്ന, നു പറയുന്നതിന് പകരം അവിടെ മണിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ചുണ്ട് കൂട്ടി മുമ്പോട്ട് പാലനം ചെയ്യണം. മുമ്പോട്ട് ചുണ്ടില്ല, ലമ്മ് വരുന്നത് പോലെ ചുണ്ട് കാണിക്കണം, എന്നാൽ നു ഉച്ചരിക്കുന്നില്ല. ഇതാണ് റിവായത്ത് ഹഫ്സ് അഥവാ നമ്മൾ പാരായണം ചെയ്യുന്ന പാരായണക്രമത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. അതാണ്
യൂസുഫ. അത് ചില ആൾക്കാരൊക്കെ ഓതുന്ന സമയത്ത് മാലക്കലാത്ത യൂസുഫ് അങ്ങനെയൊന്നും ഓതിപ്പോയാൽ ശരിയാവില്ല. നമ്മുള്ള മണിക്കലും ഉണ്ടാവും, പിന്നെ പത്തുള്ള മണിക്കലും ഉണ്ടാവും. അപ്പൊ തഅമനു, താങ്കൾ വിശ്വസിക്കുന്നു. മാലക്കലാത്ത അമന്ന, എന്തുകൊണ്ട് താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല? അല യൂസുഫ, യൂസുഫിന്റെ കാര്യത്തിൽ. അപ്പോൾ പറയുന്നുണ്ട്, അമിന ഹംസ ആണല്ലോ തുടക്കത്തിൽ വന്നിരിക്കുന്നത്. അമിന തുടക്കത്തിൽ വന്നിരിക്കുന്ന ഹംസ ആണ്. അപ്പോൾ അമറ അല്ലെങ്കിൽ അഹദ പോലെ തന്നെ ആയിരിക്കും വരിക അതും. അപ്പൊ എങ്ങനെ വരും? ഞാൻ വിശ്വസിക്കുന്നു എന്നിടത്ത് എങ്ങനെ വരും? ആമനയല്ല കേട്ടോ, ആമനല്ല ഇത്, അത് ഈമാനാണ്, അത് വേറെയാണ്. ഇവിടെ അമീന എന്ന വാക്കിൽ നിന്നും ഉണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. അമിൻതു എന്ന് പറഞ്ഞപ്പോ എന്തായി? വിശ്വസിച്ചു എന്നായി. ഞാനല്ല, സോറി, അമിൻത നീ വിശ്വസിച്ചു, നീ നിർഭയനായി, അല്ലെങ്കിൽ നീ വിശ്വസിച്ചു. അമിൻതു ഞാൻ വിശ്വസിച്ചു എന്നുള്ള പൂർണ്ണക്രിയയാണ്. അവിടെ തു വന്നത് ഞാൻ എന്നുള്ളതല്ല. തു അമിൻതും, നിങ്ങൾ വിശ്വസിച്ചുവോ, നിർഭയരായിരിക്കുന്നുവോ എന്ന് ചോദിച്ചല്ലോ, ആ പ്രയോഗമാണത്. പക്ഷേ ആഹുദു എന്ന് പറഞ്ഞതുപോലെ യഅ്മനൂനെ മാറ്റി പറയേ. അത് വേറെ, അത് ആമന യുഅ്മിനു ആണ്. ആമനു ഹൽ ആമനുക്കും ഇല്ലാ കമാ അമിൻതുക്കും അലാ യൂസുഫ. യാക്കൂബ് നബി ബിന്യാമിനെ കൂടെ വിട്ടുതരണമെന്ന് പറഞ്ഞല്ലോ സഹോദരന്മാര്. സൂറത്ത് യൂസുഫ് അതിന് ഒന്നുകൂടെ വായിച്ചു നോക്കുക. സഹോദരന്മാർ പറഞ്ഞു അവിടെ നിന്ന് അരിയൊക്കെ കൂടുതൽ കിട്ടും, ധാന്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും, അതുകൊണ്ട് അനുജനെ കൂടെ വിട്ടുതരണമെന്ന് പറഞ്ഞു. അങ്ങനെ അനുജനെ കൂടെ വിട്ടുതരാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് അപ്പോൾ പറഞ്ഞത് ഹൽ ആമനുക്കും ഇല്ലാ കമാ അമിൻതുക്കും അലാ യൂസുഫ. യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അല്ലാതെ ഞാൻ ഈ ഇളയ കുട്ടിയുടെ കാര്യത്തിലും നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ആമനു കേട്ടോ, ശ്രദ്ധിച്ച് വായിക്കണം. ഇനിയെ ഖുർആൻ വായിക്കുമ്പോൾ ഇനി നമ്മൾ കുറച്ച് വാക്കേ പഠിക്കാനുള്ളൂ. ആ പഠിക്കാനുള്ള വാക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് ഖുർആൻ വേഗത്തിൽ വായിച്ചു പോകണം. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വായിച്ചിപ്പോൾ ഈ ഒരു 2-3 ആഴ്ച നമ്മൾ പ്രാക്ടീസ് തന്നില്ലേ? ഒരു പേജ് വായിക്കാൻ പറഞ്ഞു, കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അതിൽ നിന്ന് ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾ വേറെ സമയത്ത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? സ്വാഭാവികമായി മാറ്റം ഉണ്ടാവും. നിങ്ങളൊരു പത്രം വായിക്കുന്ന, അതായത് ആ ഒരു വേഗതയിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഖുർആൻ. അപ്പോൾ ഇനി വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ വാക്കുകൾ ഒന്നുകിൽ അവിടെ സൈഡിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക, മാർജിനിൽ, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക പുതിയ വാക്കാണെന്ന്. എന്നിട്ട് ആ വാക്കിന്റെ പരിഭാഷ വേറെ സമയത്ത് നോക്കുക നിങ്ങൾ. അപ്പൊ ഇങ്ങനെ 1 by 1 ആയിട്ട് അവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് കൊടുത്തിരിക്കുന്നു. അതെ, ഡയമണ്ട് ഷേപ്പ് കൊടുത്തിരിക്കുന്നത് ലാ തഅമന്ന എന്ന് വെറും ഷെദ് കൊണ്ട് വായിച്ചാൽ പോരാ. വെറും ഷെദ് കൊണ്ട് വായിച്ചാൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ അടിസ്ഥാനപരമായ അടയാളം എന്താണ്? ലമ്മാണ്. ലാ തഅമനു മാ അലക ലാ തഅമനുന എന്നാണ് അതിന്റെ അടിസ്ഥാനപരമായ ഭാഷാപരമായ പദം. അപ്പൊ അതുകൊണ്ട് റിവായത്തെ ഹഫ്സ് പ്രകാരം, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന പാരായണം ഉണ്ടല്ലോ, ആ പാരായണ പ്രകാരം ഇത് നമ്മൾ പിന്നെ ഹദീസിന്റെ റിവായത്ത് എന്ന് പറയും. ഹദീസിന്റെ റിവായത്ത് എന്ന് പറയുമ്പോൾ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തപ്പോഴും മുസ്ലിം റിപ്പോർട്ട് ചെയ്തപ്പോഴും പദങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ആ പദങ്ങളിൽ വ്യത്യാസം നമ്മൾ പറയും ഇത് വൽ ലഫ്ദുലിൽ ബുഖാരി എന്ന് പറയും. ഈ പദം ഇമാം ബുഖാരിയുടെ പദമാണ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ക്രമം അനുസരിച്ച് ഈ പദമാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. ഇമാം മുസ്ലിമിന്റെ ആണെങ്കിൽ വേറൊരു പദമാണ് ആ ഭാഗത്തുള്ളത്. ആശയം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ലാ തഅമന്ന എന്ന് പറഞ്ഞിടത്ത് അക്ഷരവും വാക്കൊക്കെ അത് തന്നെയാണ്. പക്ഷേ റിവായത്ത് ഹഫ്സ് നാം പാരായണം ചെയ്യുന്ന റിവായത്ത് പ്രകാരമാണെങ്കിൽ അവിടെ ലാ തഅമനുന എന്ന് ലമ്മ് പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താ പറഞ്ഞത്? ലമ്മ് ഉച്ചരിക്കാൻ വേണ്ടി ചുണ്ട് കൂട്ടുകയും
പിന്നീട് ഷെദ് മാത്രം ഉച്ചരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ കാണാമല്ലോ. ലാ തഅ്മന്ന ലാ തഅ്മാലക ലാ തഅ്മന്ന. അപ്പൊ തഅ്മൻ എന്ന് ആദ്യം പറയുമ്പോൾ മണിക്കലിന് 2 ഹർക്കത്തില്ലേ? 2 ഹർക്കത്ത് മണിക്കുമ്പോ എന്ത് വീഡിയോ കിടക്കണം. അതിന്റെ ഇതിന്റെ വീഡിയോ ഇല്ല. ഇതിന്റെ വീഡിയോ ഇല്ല. ഇപ്പൊ 2 കാര്യമാണ് പറയുന്നത്. അമീന യഅ്മനു എന്ന ക്രിയയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അഖദ യഅഖുദു പോലെയാണ്. അമീന യഅ്മനു സമിയ യസ്മ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമിന യഅ്മനു എന്ന വാക്ക് സൂറത്ത് യൂസുഫിൽ വന്നിരിക്കുന്നത് തഅ്മനു മാലക ലാ തഅ്മനുന എന്നാണ്. അപ്പൊ ലാ തഅ്മനുന എന്നിടത്ത് ലമ്മിന് ആദ്യത്തെ നൂന് ലമ്മില്ല. പിന്നെ എന്താ ഉള്ളത്? ലാ തഅ്മന്ന എന്ന ശബ്ദമുള്ള നായാണുള്ളത്. അത് പാരായണം ചെയ്യുമ്പോൾ ആദ്യം ലമ്മ് പറയുന്നത് പോലെ ചുണ്ട് മുമ്പോട്ട് കൂട്ടിയും പിന്നീട് ലാ തഅ്മനു ന രണ്ടാമത് ഫത്ഹ പറയുന്നത് പോലെ ചുണ്ട് വിടർത്തിയും പറയണം. മാലക ലാ തഅ്മന്ന മാലക ലാ തഅ്മന്ന. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അതാണ് അമീന. അപ്പോൾ അതിൽ ഒരുപാട് രൂപങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് 25 പ്രാവശ്യം അത് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് രൂപങ്ങൾ അല്ലെങ്കിൽ രൂപഭേദങ്ങൾ ഖുർആനിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് പട്ടിക പഠിക്കേണ്ടതില്ല. പക്ഷേ ഈ ആശയങ്ങൾ അല്ലെങ്കിൽ ഈ രൂപഭേദങ്ങൾ ഖുർആനിൽ എവിടെ വന്നാലും ഖുർആനിൽ വന്നൊരു ഭാഗം എടുത്ത് ചോദിച്ചാൽ അർത്ഥം പറഞ്ഞുതരാം. പ്രത്യേകിച്ച് സൂറത്ത് യൂസുഫിലെ 2-3 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. അതേപോലെ മുൽക്കിലെ ഒരു ആയത്ത് പറഞ്ഞു. ഈ ആയത്തൊക്കെ ശ്രദ്ധിച്ച് വെച്ചേക്കുക. അപ്പോൾ അബ പിന്നെ അമീന കഴിഞ്ഞു. പിന്നീടുള്ളത് അബ. അബായുടെയും എല്ലാ രൂപങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പട്ടിക പഠിക്കേണ്ടതില്ല. പട്ടിക പഠിക്കേണ്ടതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാത്തത്. പക്ഷേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിത് ആവർത്തിച്ച് കേൾക്കാം. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആവർത്തിച്ച് കേൾക്കാം. അല്ലെങ്കിൽ നോട്ട് കുറിച്ച് വയ്ക്കാം. അബ യഅ്ബ എന്നാണ്. അബ യഅ്ബ. അബ വിസമ്മതിച്ചു, യഅ്ബ വിസമ്മതിക്കുന്നു. അബ യഅ്ബ. അബ വസ്തക്ബറ. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر. അപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്തു? അബ വിസമ്മതിച്ചു, വസ്തക്ബറ അഹങ്കാരം നടിക്കുകയും ചെയ്തു. യഅ്ബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു. യഅ്ബല്ലാഹു അല്ലാഹു വിസമ്മതിക്കുന്നു, ഇല്ലാ അൻ യുതിമ്മ നൂറഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിച്ചിട്ടല്ലാതെ പറയാ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അബ യഅ്ബ. തഅ്ബ വന്നിട്ടുണ്ട്. യഅ്ബ തഅ്ബ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ എന്തായിരുന്നാലും അബ യഅ്ബയുടെ രൂപഭേദങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ പട്ടികയല്ല ചോദിക്കുന്നത്, അതിൻ്റെ ഉദാഹരണം ചോദിക്കും. പിന്നെയുള്ളത് സാഅ. സാഅ സാഅത്ത് മസീറ, എത്ര മോശമായ മടക്കസ്ഥാനം. സാഅ മോശമായിരിക്കുന്നു. സൂ അതിൻ്റെ ക്രിയാധാതുവാണ്. സൂ മോശമായ അവസ്ഥ. സയ്യ സയ്യ മോശമായ വസ്തു. സയ്യഅത്തുൻ മോശമായ കാര്യം. അപ്പോൾ സാഅ മോശമായി, സാഅയുടെ ക്രിയാധാതു സൂ. അതേപോലെ സാഅ സി ഐ വന്നിട്ടുണ്ട് കേട്ടോ. സാഅ മോശമായി, സി അ മോശമാക്കപ്പെട്ടു. സി അബിഹിം, അതെ സി അബിഹിം, അതെ സി അബിഹിം. സി അത്തുജൂഹുഹും എന്തായാലും സി ആയി വന്നിട്ടുണ്ട്. സൂ അതിൻ്റെ ക്രിയാധാതുവാണ്. സയ്യ ഉണ്ട്, സയ്യഅത്തുണ്ട്. ഓക്കെ. യസൂഉ ലിയസൂഉ വുജൂഹക്കും. ലിയസൂഉ വുജൂഹക്കും അൽ സൂറത്തു ബനി ഇസ്രായേൽ അല്ലെങ്കിൽ സൂറത്ത് അൽ ഇസ്രാ 1ാമത്തെ പേജിൽ തന്നെ ഉണ്ട്. ലിയസൂഉ വുജൂഹക്കും അവരുടെ മുഖങ്ങൾ മോശമാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിന്ദ്യമാകുന്നതിന് വേണ്ടി. സാഅ മോശമായി, നിന്ദ്യമായി.
ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ അഹദയുടെ പട്ടിക പഠിച്ചു, അമീനയുടെ ഉദാഹരണ സഹിതം പഠിച്ചു, അബായുടെ ഉദാഹരണങ്ങൾ പഠിച്ചു, സാഅയുടെ ഉദാഹരണങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ഈ പദങ്ങൾ, ഈ ക്രിയയുടെ രൂപഭേദങ്ങൾ വന്നിട്ടുണ്ടോ? എന്നൊരു വാക്കില്ലേ? സൂ അൽ അദാബ്, സാഅയുടെ ക്രിയാധാതു സൂ അൽ അദാബി, മോശമായ ശിക്ഷ, നിന്ദ്യമായ ശിക്ഷ. അതെ, ആ ആയത്തിൽ തന്നെ. ഓക്കെ. അപ്പോൾ ഈ ക്രിയകളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. അമീന അഖദ, അമീന അബ, സാഅ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഞാൻ മറന്നുപോയാലും നിങ്ങൾ ഓർമ്മിപ്പിക്കണം, ഷദ്ദുള്ള ക്രിയകളാണ്. ഷദ്ദുള്ള ക്രിയകൾ, 3 അക്ഷര ക്രിയകളിൽ ഷദ്ദുള്ള ക്രിയകൾ, VIP ക്രിയകളിൽ ഷദ്ദുള്ള ക്രിയകൾ, അതായത് A9 ആണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിൽ വല്ല, വന്ന നമ്മൾ പഠിച്ചു, പട്ടിക പഠിച്ചതാണ്. ഇനിയുള്ളത് മസ്സ, റദ്ദ, പട്ടിക പഠിക്കേണ്ടതാണ്. പിന്നെ സ്വദ്ദ, ബറ, അദ്ദ, ഗറ, മദ്ദ, വദ്ദ, ഇതെല്ലാം അടുത്ത ക്ലാസ്സിൽ തീരും കേട്ടോ. അപ്പോൾ ഈ അടുത്ത ക്ലാസ്സിനിടയ്ക്ക് നിങ്ങൾ ഖുർആൻ വായനയിൽ വേഗത കൂട്ടണം. നേരത്തെ നമ്മൾ സാവധാനമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്, ഇനി വേഗത കൂട്ടണം. സ്പീഡ് റീഡിങ് അറിയാമല്ലോ. പക്ഷേ സ്പീഡ് റീഡിങ് ആണെങ്കിലും നമ്മൾ എത്ര വേഗതയെ കൂട്ടാവൂ? നമ്മളിപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കൺട്രോളിലുള്ള അത്രയും വേഗത കൂട്ടാവൂ. അടിച്ച് വിട്ടങ്ങ് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൺട്രോൾ വിട്ടുപോകും. വളയ്ക്കാനെടുത്ത് വളയ്ക്കാൻ പറ്റില്ല. 45 ഡിഗ്രി വളവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വളയ്ക്കുമ്പോൾ ചിലപ്പോൾ 90 ഡിഗ്രി വളവായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺട്രോൾ അനുസരിച്ചേ ഓടിക്കാവൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൺട്രോൾ അനുസരിച്ചേ വേഗത കൂട്ടാവൂ. വേഗത കൂട്ടണം. ആ സമയത്തും പദങ്ങളുടെ അർത്ഥത്തിൽ ഫോക്കസ് ചെയ്യണം. പാരായണത്തിൽ ഫോക്കസ് ചെയ്ത് പോകും. ഇടയ്ക്ക് നമ്മൾ പാരായണം വിട്ടുപോയി, നമ്മൾ ശ്രദ്ധ വിട്ടുപോയി, ഞാൻ പഠിച്ച പദങ്ങളുണ്ടോ അല്ലെങ്കിൽ ആശയം മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വായിക്കുക. അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളും വായിക്കുമ്പോൾ ശൈലി മാറ്റി, അതായത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വായിക്കുക. എങ്കിലേ നമുക്കിത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഡയമണ്ട് കഴിഞ്ഞ് പ്ലാറ്റിനം കഴിഞ്ഞാൽ ഡിപ്ലോമയാണ്. ഡിപ്ലോമയിൽ നമ്മൾ കുറച്ച് സബ്ജക്റ്റുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിപ്ലോമ വരുമ്പോൾ, ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഇസ്ലാമിക് നോളജിലൊരു ഡിപ്ലോമ ആയിരിക്കും ഉണ്ടാവുക. കുറേ നോളജ് നമുക്ക് നേരത്തെ ഉണ്ട്. അത് കൂടാതെ നമ്മൾ താരിഖ്, സീറത്ത് നബി, താരിഖ് ഇസ്ലാം, ഇസ്ലാം ചരിത്രത്തിൽ കുറച്ച് ഭാഗം, അതായത് നബി ചരിത്രത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ, അതേപോലെ കർമ്മശാസ്ത്രത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഘടന, അതൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചില്ല, നേരത്തെ പഠിച്ചത്. ഇനി അത് ഓരോന്നിനും പ്രത്യേകം പേപ്പറായിരിക്കും പരീക്ഷയ്ക്ക് വരിക. ഖുർആൻ അറബി വേറെ, ഖുർആൻ വേറെ, കർമ്മശാസ്ത്രം, ഹിസ്റ്ററി, ഹദീസ് എല്ലാം ഡിപ്ലോമയ്ക്ക് വരുമ്പോൾ എല്ലാം നമ്മൾ വേറെ തരത്തിലായിരിക്കും. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ആ സിലബസ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ എന്തായാലും ഖുർആൻ വായനയിൽ പറയും. അല്ല, നിതൻ കയ്യില് മറ്റേ ക്രിയ കഴിഞ്ഞിട്ട് ഫതഹ് വരാത്ത ഭാഗം നോക്കാൻ പറഞ്ഞിരുന്നു. മാഷാ അല്ലാ വായിക്കി എഴുതിക്കൊണ്ടു. പക്ഷെ അങ്ങനെ എനിക്ക് ലൻ തുഗ്നിയ അൻഹും എന്ന് പറഞ്ഞത് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം. അപ്പൊ ഫതഹ് ഉണ്ടല്ലോ അവിടെ ഫതഹ്. അതും ചോദിച്ചാൽ അല്ലാത്തടത്ത് മിക്കതും ഫതഹിൽ തന്നെയാ വന്ന് നിൽക്കുന്നത്. ലൻ തർല, അതും ഫതഹിൽ തന്നെയാണ് നിൽക്കുന്നത്. ആണോ? പക്ഷെ അതല്ലാതെ കിട്ടിയില്ല ഇതുവരെ. വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. വായിക്കും, ഇപ്പൊ പറയും. അബൂബക്കറല്ലേ? ഉണ്ട്, കിട്ടിയിട്ടില്ല. നോക്കിയാ കിട്ടും കേട്ടോ. നോക്ക നിങ്ങൾ. കൈലായുണ്ട്, കൈലായും യക്കൂനയാണ് പിന്നെ വരുന്നത്. കൈല കഴിഞ്ഞിട്ട് കൈല യക്കൂന, അപ്പൊ വരുന്നത്. അതെ, യക്കൂന ദൂരത്തൻ അഗ്നിയാന്നുള്ളത് ഫതഹ് വന്നു. ലാ യക്കൂന. അതെ. ലാ വന്നത് കൊണ്ട് അത് മാറുന്നില്ല. അത് മാറുന്നില്ല. പിന്നെ കുറച്ച് നോക്കിയിട്ട് അതൊന്നും കിട്ടി, അല്ലാതെ ഒന്നും കിട്ടിയില്ല. കിട്ടും. തുടക്കത്തിൽ തന്നെ ഉണ്ട്. ഖുർആന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. ഒന്നുകൂടെ ഉണ്ട്, വായിച്ചു നോക്കി. അടുത്ത ആഴ്ച നോക്കാം.
ഞാൻ പറയണ്ടല്ലോ. വേണ്ട വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ. സർ ഈ അമിന അബ അമിന അബ സാ ഇതൊക്കെ ഉദാഹരണം ചോദിക്കുന്നു പറഞ്ഞത് എന്താ ഖുറാനിൽ നിന്ന് ഉദാഹരണം ചോദിക്കുന്നതാന്ന് പറഞ്ഞേ? നിങ്ങൾ എഴുതാനല്ല പറഞ്ഞത്, ഞാനിപ്പോ പറഞ്ഞില്ലേ ഉദാഹരണങ്ങൾ. ആ ഉദാഹരണത്തിന്റെ അർത്ഥം പറയാനായിരിക്കും പറയാ. മാലക്കലാ തഅ്മനുന, താങ്കൾക്ക് എന്താണ്, താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ. എഴുതിക്കൂടെ? അത് നമ്മൾ പഠിച്ചോ. ലാ തഅ്മനു ഉണ്ടല്ലോ അവിടെ. ഇല്ല, അപ്പൊ അവിടെ ശ്രദ്ധയായിരിക്കും വരിക. ലാ തഅ്മന്ന എന്ന് ശ്രദ്ധിച്ചിട്ടായിരിക്കും വരിക. അമിൻതും മൻ ഫിസ് സമാഇ, അപ്പൊ അമിന നമ്മൾ പഠിച്ചു. അമിൻതും മൻ ഫിസ് സമാഇ എഴുതിക്കൂടെ അർത്ഥം? അബ വസ്തക്ബറ ഫസജദു ഇല്ലാ ഇബ്ലീസ അബ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഇസ്തക്ബറ നമ്മൾ പഠിച്ചില്ലെന്ന് വിചാരിച്ചോ? ഫസജദു ഇല്ലാ ഇബ്ലീസ അബ, ഫസജദു അവർ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് അബ, അവൻ വിസമ്മതിച്ചു, അവൻ ധിക്കരിച്ചു, നിരസിച്ചു. ലിയസൂഉ വുജൂഹക്കും പഠിച്ചില്ലേ? വുജൂഹ്, വജ്ഹ് മുഖം, വുജൂഹ് മുഖങ്ങൾ. ലിയസൂഉ ലി ഇക്കിന് വേണ്ടി, യസൂഉ നിന്ദ്യമാകുന്നതിന് വേണ്ടി. ലിയസൂഉ വുജൂഹക്കും. അതേപോലെ സാഅത്ത് മസീറ. ഓക്കെ, അങ്ങനെ എഴുതാൻ നിങ്ങൾക്ക്, നിങ്ങളോട് അതിന് ഉദാഹരണം സായിക്ക് ഉദാഹരണം എഴുതാൻ പറയില്ല കേട്ടോ. അത് ഇത്തിരി കടുത്ത സിലബസ് ആയിപ്പോവും. അങ്ങനെ ഉണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി ആയി കഴിയുമ്പോഴത്തേക്ക് എന്താണ് സ്റ്റുഡൻറ് ലെവൽ, അഡൾട്ട് ലെവലല്ല, സ്റ്റുഡൻറ് ലെവൽ ക്ലാസ്സുകൾ വരും. അപ്പോൾ അവർക്ക് അങ്ങനെ ആ ലെവലിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ സിലബസ് ഒക്കെ മാറും. വേറെ ഇൻഷിക്കാക്ക് കഴിയുമ്പോ എക്സാം ആണോ ഉസ്താദേ? ഇൻഷിക്കാക്കിലല്ല എക്സാം വരുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ 2-3 പാഠം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടണം, എന്നാലേ നമുക്ക് പ്ലാറ്റിനത്തിന് 72. അതെ അതെ, ഇൻഷിക്കാക്ക് തന്നെ. ഇൻഷിക്കാക്ക് കഴിയുമ്പോഴാണ് എക്സാമിനേഷൻ. 72 വരെയാണ്. ഇൻഷിക്കാക്ക് കഴിയുമ്പോഴാണ് എക്സാം. നമ്മൾ 7 മുതൽ 13 വരെ തീർന്നല്ലേ. ഇനി 2 ലെസൺ ആണുള്ളത്. പിന്നെ നമുക്ക് ഈ ക്രിയകൾ പ്രാക്ടീസ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഖുർആൻ്റെ ഭാഗം പരാമർശിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് നേരത്തെ എത്തണം കേട്ടോ. ഞാൻ 7:15 എത്തിയിരുന്നു, പക്ഷേ 4 പേരാണ് 7:15 കണ്ടത്. അപ്പോൾ അതുപോലെ ഇന്നഹു ളന്ന അൻ ലൻ യഹൂർ ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ ഫലാ ഉഖ്സിമു ബിശ്ശഫഖി വല്ലൈലി വമാ വസഖ് വൽഖമരി ഇദാ തസഖ് ലതർകബുന്ന തബഖൻ അൻ തബഖ് ഫമാ ലഹും ലാ യുഅ്മിനൂൻ. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഭാഗം. അതായത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കും, നമ്മുടെ ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കും. പക്ഷേ ഈ അടിപൊളി ജീവിതം ഇസ്ലാം വിലക്കുന്നില്ല. അടിപൊളി ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വിധത്തിലുള്ള എൻജോയ്മെൻറ്റും ആകാം. അതായത് ഇപ്പോഴും നാം ചിന്തിക്കുമ്പോൾ പണ്ട് കാലങ്ങളിലെ പോലെയല്ല. പണ്ട് കാലങ്ങളിൽ ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും അതിനനുസരിച്ചുള്ള വിലയിരുത്തലുമാണ് ഉണ്ടായിരുന്നത്. അതേസമയം കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്നില്ല. അതിനനുസരിച്ച ജീവിത ശൈലിയും നമുക്ക് വർദ്ധിപ്പിക്കാം. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. ഖുൽ ചോദിക്കുക, മൻ ഹറമ സീനത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം, അല്ലാഹുവിൻ്റെ അലങ്കാരങ്ങളെ തടയുന്നവനാരാണ്? മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി, അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അലങ്കാരങ്ങളെ തടയുന്നവനാരാണ്? വത്തയ്യിബാതി മിനർ റിസ്ഖ്, നല്ല നല്ല ആഹാരങ്ങൾ. അപ്പോൾ നല്ല ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ, അത് ഈ ലോകത്ത് സത്യവിശ്വാസികൾക്കുള്ളതാണ്. പരലോകത്ത് അവർക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ ആയത് മറന്നുപോയി. അപ്പോൾ നമുക്ക് എല്ലാവിധ ആഹ്ലാദങ്ങളും അതേപോലെ സന്തോഷങ്ങളും നല്ല നല്ല വസ്ത്രങ്ങളും അതേപോലെ നല്ല പാർപ്പിട സൗകര്യങ്ങളും നല്ല വാഹനങ്ങളും അതേപോലെ എല്ലാം നല്ല കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം. അതേപോലെ അതെല്ലാം സത്യവിശ്വാസികൾക്ക് ആരും തടയാൻ പാടില്ല. സത്യവിശ്വാസികൾക്കുള്ളതാണ് ഈ ലോകത്ത്. പക്ഷെ സത്യവിശ്വാസികൾ എന്തായിരിക്കണം? അവർ കുലു വഷ്റബു വല തുസ്രിഫു, നിങ്ങൾ തിന്നുക കുടിക്കുക, പക്ഷേ അമിത വ്യയം പാടില്ല. നിങ്ങൾ അമിത വ്യയം ചെയ്യരുത്. ഇന്നൽ മുബദ്ദിരീനക്കാനും യഹ്വാന ഷയാത്തീൻ, അമിത വ്യയം ചെയ്യുന്നവർ പിശാചിന്റെ സഹോദരന്മാരാണ്. അപ്പോൾ അവിടെയെല്ലാം ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ വിധത്തിലുള്ള അടിപൊളി ജീവിതമാകാം. അതാണ് ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ, അവൻ തൻ്റെ കുടുംബത്തിൽ മസ്റൂറായിരുന്നു, സന്തോഷവാനായിരുന്നു, സന്തുഷ്ടനായിരുന്നു, അവൻ ആഹ്ലാദചിത്തനായിരുന്നു, ആഹ്ലാദിച്ചു കൊണ്ടിരുന്നു, ചിരിച്ചുല്ലസിച്ചു കൊണ്ടൊക്കെ ഇരുന്നു. അത് നമുക്കാകാം. പക്ഷെ അവൻ്റെ കുഴപ്പം എന്താണ്? ഇന്നഹു ലന്ന അല്ലൻ യഹൂർ, അവൻ വിചാരിച്ചു മടങ്ങി വരികയില്ല എന്ന്. നമ്മൾ വിചാരിക്കണം അള്ളാഹു നമ്മെ പുനരുജ്ജീവിപ്പിക്കും, നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിലയിരുത്തും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യും. അതിന് നാം സമാധാനം പറയേണ്ടി വരും. നമ്മുടെ ഓരോ നയാ പൈസയും എങ്ങനെയാണ് മിന്നൈനക്തസബഹു അഫീമ അൻഫഖഹു, എങ്ങനെയാണ് അത് സമ്പാദിച്ചത്, ഫീമ അൻഫഖഹു എങ്ങനെയാണ് ചിലവഴിച്ചത് എന്ന് നാം സമാധാനം പറയേണ്ടി വരും. അതേപോലെ അൻ ഇൽമിഹി അൻ മാലിഹി അൻ ജിസ്മിഹി ഫീമ അബിലാഹു, അവൻ്റെ ശരീരം എങ്ങനെ അവൻ അതിനെ ഹനിച്ചു കളഞ്ഞു, അവൻ്റെ ആരോഗ്യം എങ്ങനെയാണ് ചിലവഴിച്ചത്, വഅൻ ഉമരിഹി ഫീമ അഫ്നാഹു, തൻ്റെ ആയുഷ്കാലം എങ്ങനെയാണ് വ്യയം ചെയ്ത് കളഞ്ഞത് എന്ന്. ഈ ഹദീസൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതേപോലെ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നഈം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. പിന്നീട് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അനിൻ നഈം, നഈം എന്ന് പറഞ്ഞാൽ അനിൻ നിഅമത്ത് എന്നല്ല, എൻജോയ് ചെയ്യുന്ന നിഅമത്താണ്, അതാണ് നഈം എന്ന് പറയുന്നത്. അപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ എൻജോയ്മെന്റിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, സമാധാനം പറയേണ്ടി വരും. ആ രീതിയിലാണ് ജീവിച്ചിട്ടുള്ളതെങ്കിൽ, ഇന്നഹു ലന്ന അൻ യഹൂർ എന്നാണെങ്കിൽ, അവൻ വിചാരിച്ചു മടങ്ങി വരും, അവൻ മടങ്ങി വരും, അള്ളാഹുവിൻ്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും എന്നൊരു ചിന്തയോടുകൂടിയാണ് ജീവിച്ചതെങ്കിൽ തീർച്ചയായും അവൻ സന്തുഷ്ടനാണ്. അവൻ വലത് കൈകളിലൂടെ ഗ്രന്ഥം നൽകും. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ, അതുപോലെ പ്രഗത്ഭന്മാരായ സഹാബിമാരുണ്ടായിരുന്നല്ലോ, അവരെല്ലാം സമ്പന്നന്മാരായിരുന്നു. ഒരുപാട് സമ്പത്ത് അവർ സമ്പാദിച്ചു, കച്ചവടത്തിലൂടെയും അല്ലാതെയുമൊക്കെ, കൃഷിയിലും കച്ചവടത്തിലൂടെയൊക്കെ ഒരുപാട് സമ്പത്ത് സമ്പാദിക്കുകയും ആ സമ്പത്തെല്ലാം അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യയം ചെയ്യുകയും ചെയ്തു. ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ. കാരണം എന്താണ്? അള്ളാഹു എപ്പോഴും എല്ലാ നിമിഷവും ഓരോ നിമിഷവും അള്ളാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹു ഉടൻ അതാത് സമയങ്ങളിൽ അപ്പോൾ തന്നെ പിടിച്ച് ശിക്ഷിക്കുക എന്ന ക്രമമല്ല ചെയ്യുന്നത്. ഒരുപക്ഷെ ഗുണപാഠങ്ങൾക്കായി അതാത് സമയത്തിൽ അതാത് സന്ദർഭങ്ങൾ ഗുണപാഠങ്ങൾ തന്നേക്കാം, ഒരു പുനർവിചിന്തനത്തിന് വേണ്ടി അവസരങ്ങൾ തന്നേക്കും. ആ അവസരങ്ങൾ പോലും നമ്മൾ പാഴാക്കിക്കൊണ്ടിരുന്നാൽ തീർച്ചയായും നമ്മുടെ അവസ്ഥ അവതാളത്തിലായിരിക്കും. എന്നിട്ടാണ് പിന്നീട് നിങ്ങൾ ലോകത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ദൃഷ്ടാന്തങ്ങളൊന്നും വെറും മൃതപ്രായമായ ഒരു ദൃഷ്ടാന്തങ്ങളല്ല. എല്ലാം അതിൻ്റെതായ ചലനാത്മകത, ഒരു അവസ്ഥയിൽ നിന്നും അടുത്ത അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവാസ്തികത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, അതായത് ഒരു വസ്തുവിനെ പോലും അബസൻ വൃഥാവിൽ സൃഷ്ടിച്ചതാണ് എന്ന് തോന്നിക്കാത്ത, അല്ലെങ്കിൽ എല്ലാം ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിലുള്ളതാണ് എല്ലാവിധ ദൃഷ്ടാന്തങ്ങളും. അങ്ങനെ തോന്നുകയാണെങ്കിൽ മനുഷ്യനെ കുറിച്ച് മാത്രം അത് വൃഥാവിലല്ല എന്നെന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റും? എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നു? നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, വല്ലേലി വമാവസക്ക് വൽഖമരിദത്തസക്ക്, ചന്ദ്രന് കൃത്യമായി അത് ക്രമപ്രവൃദ്ധമായത് വളർച്ച പ്രാപിച്ചത് പൂർണ്ണചന്ദ്രനായി മാറുകയും അവിടെ നിന്ന് വീണ്ടും തിരിച്ചത് അതേ അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന് വീണ്ടും അവൻ്റെ അവസ്ഥ വൃദ്ധനായി, അവൻ 2 കാലിൽ നടന്നു, അവൻ ആദ്യം 4 കാലിൽ നടന്നു,
പിന്നീട് 2 കാലിൽ നടക്കുന്നു, വീണ്ടും അവൻ 4 കാലിലേക്ക് മടങ്ങുന്നു, പിന്നീട് അവൻ എന്ത് ചെയ്യുന്നു, അങ്ങനെ ആ അവസ്ഥയിലേക്ക് അവൻ മാറുന്നു. പിന്നീട് യഥാർത്ഥത്തിൽ അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ ഒരു പുനരുത്ഥാനം എന്തുകൊണ്ട് നിഷേധിക്കണം? ഇപ്പോൾ സൂര്യനും ചന്ദ്രനും അത് കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ എന്താണ് ലക്ഷ്യം? മനുഷ്യൻ മാത്രം അങ്ങ് ജനിച്ച് മരിച്ച് മണ്ണടിഞ്ഞ് പോകുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ യാതൊരു ദൃഷ്ടാന്തവും ലോകത്തെവിടെയും ഇല്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഉദാഹരണത്തിലൂടെ മനസ്സിലാകുന്നത്. അള്ളാഹു അത്തരം ഉദാഹരണങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്താനും അതനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. وصلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله تعالى وبركاته.